വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മീനിനൊക്കെ മേടിക്കാനായിട്ട് അക്വേറിയം ഷോപ്പിലേക്ക് വന്നേക്കാട്ടോ. കുറേ നാളായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കാട്ടോ ഈ ഒരു ഫിഷിനെ മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് തിരിച്ച് വരുമ്പോഴാട്ടോ ഈ അക്വേറിയം ഷോപ്പ് കണ്ടത്. ഇവിടെ കയറിയപ്പോൾ സെയിം എൻ്റെ വീട്ടിൽ കിടക്കണ പോലത്തെ മീൻ തന്നെയുണ്ട്. അപ്പോൾ അതിനെ ഞാൻ 2 ജോഡി മേടിച്ചു കേട്ടോ, പെയർ. മീനെ മേടിച്ചു അമ്മ. ഫിഷ് ഞാൻ ഇതിന്റെ പെയറിനെ മേടിക്കാൻ വിട്ടുപോയി, ഞാൻ മറന്നുപോയി. ഇതൊക്കെ കേട്ടോ അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള മീൻ. ആ വൈറ്റ് ഫിഷ് ഇല്ലേ, അതിൻ്റെ ഒറ്റൊരെണ്ണം എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പെയർ വേണമെന്ന് ഞാൻ കുറേ ആഗ്രഹിക്കുന്നു. ഞാൻ കുറേ ഷോപ്പിൽ തപ്പി, ഇവിടെ തൃശ്ശൂരുള്ളത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്നാട്ടോ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ ഒരു ഫിഷിനും കൂടി ഇഷ്ടമായിട്ട് ഞാൻ അതിനും കൂടി മേടിച്ചു. എനിക്ക് പേരൊന്നും അറിയില്ല ഇതിൻ്റെ കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ ടെയിലുള്ള ഫിഷിനെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫിഷ്. എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുണ്ടായിരുന്ന ഫിഷ് അത്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. കുറച്ച് നാളായി ഇതിൻ്റെ കൂടെ ആയിട്ട്. ഇതിന് ഞാൻ എപ്പോഴും പെയറിനെ മേടിച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് എപ്പോഴും കൊല്ലും. ലാസ്റ്റ് ഇപ്പം ഞാൻ പെയറിനെ തപ്പി നടന്നിട്ട് ഒറ്റ കടയിൽ ഇതിൻ്റെ പെയറിനെ കിട്ടാനില്ല. എന്നിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി ഇതിൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ബ്ലൂ കളർ മേടിക്കണ കാരണമാണോ ഇനി ഇത് കൊല്ലണേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇന്ന് ഞാൻ പോയിട്ട് കറക്റ്റ് വൈറ്റ് കളറിൽ തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എനിക്കറിയില്ല ഇതിൻ്റെ കൂടെ സർവൈവ് ചെയ്യുമോ എന്നുള്ളത്. ഓൾറെഡി വന്ന വഴിക്ക് തന്നെ കുറച്ച് നേരം ഇതിൻ്റെ കൂടെ ഈ വാട്ടർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതിലേക്ക് റിലീസ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനെയും ഞാൻ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വേറൊരു ടാങ്കും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഓറഞ്ച് കളറുള്ള ഫിഷില്ലേ, അതിനെ ഞാൻ മാറ്റിയിടാനാട്ടോ പ്ലാൻ ചെയ്യുന്നത്. അതിനെ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല ദൂരം ഇതിൻ്റെ കൂടെ എടുക്കും എന്നുള്ളത്. കാരണം ഈ ഫിഷ് ഭയങ്കര അഗ്രസീവാണ്. നമുക്ക് ഫുഡ് എടുക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആഴ്ച പട്ടിണി കിടന്നിട്ട് ഫുഡ് എടുക്കണ പോലെ ആ ഫുഡൊക്കെ എടുക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നോട് ആ ചേട്ടൻ ചോദിച്ചു ഓറഞ്ച് ഫിഷ് എത്രണ്ണം വേണമെന്ന്. അപ്പം ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ വിചാരം ഒറ്റ മീൻ മതിയെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജോഡിന്ന്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ട് ആ ചേട്ടൻ എനിക്ക് രണ്ടാമത് ഇത് ഓപ്പൺ ചെയ്തിട്ട് വെച്ചതാട്ടോ. അത് കാരണം തോന്നുന്നുണ്ട് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടി. ഞാനത് പൊട്ടിച്ചിട്ട് കാണാം. ഇത് അയച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം മൊത്തത്തിൽ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടും. പക്ഷെ ഇതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അധികം ഞാൻ ഇതിൽ പെടുത്തിയതാട്ടോ വെള്ളം. എനിക്ക് തോന്നുന്നു കല്ലൂടുന്നു. കാരണം ഇന്ത്യയിലുള്ള സൈസിനെക്കാട്ടും കുറച്ച് ചെറിയൊരു സൈസാണത്. എല്ലാവരും ഇതിലിട്ടിട്ട് ഭയങ്കര പടക്കണം. എനിക്ക് കുറെ നാളായിട്ട് മീനെ തൊടുമ്പോ ആ ഓറഞ്ച് ഫിഷിനെ ഇതിലിടുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓറഞ്ചിനെ ഇതിലിട്ടിട്ട് വൈറ്റിനെ മാറ്റിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കാരണം വൈറ്റിനെക്കാട്ടും ഭംഗി ഓറഞ്ച് ഇതിൽ കിടക്കുമ്പോഴാണ്. ഞാനങ്ങനെ ഇവർ രണ്ടുപേരും വേറെ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.